വെൽക്കം ബാക്ക് എവരിവൺ. എല്ലാവർക്കും മേഗ്രിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ചായില്ലേ, വീണ്ടും നമ്മൾ ഇന്നൊരു പുതിയ വാഹനമായിട്ട് എത്തിയിരിക്കുകയാണ്. ദ ഓൾ ന്യൂ 2022 മോഡൽ മാരുതി ബലേനോ. മാരുതിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ദ ന്യൂ ഏജ് ബലേനോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ന്യൂ ഡിസൈനാണ് ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിന് നൽകിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ അകത്തൊരു ഫുള്ളി LED പ്രൊജക്ട് ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഇവിടെ നമുക്കൊരു ഹാലജൻ ഇൻഡിക്കേറ്റർ ബൾബ് അവിടെ നൽകിയിരിക്കുന്നത് കാണാം. ഇവിടെ അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു DRL നൽകിയിരിക്കുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഡിസൈൻ പരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഒരു 3 ലാമ്പ് എലമെൻറ്റ് നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഉള്ളിലായിട്ട് കാണാം. ഇത് നെക്സയുടെ ഇനി വരാൻ പോകുന്ന വാഹനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു DRL ഉണ്ടാവുമെന്നാണ് മാരുതി പറയുന്നത്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന വാഹനങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിഗ്നേച്ചർ നെക്സ സിഗ്നേച്ചർ DRL നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും ഗ്രില്ലിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഓൾഡ് മോഡൽ ബലേനോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് നീളം കൂട്ടി വീതി കുറച്ചിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിന് പറയുന്ന പേര് നെക്സ വേവ് എന്നാണ്. ഈ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനിന് പറയുന്ന പേര്. സെൻട്രലായിട്ട് നമുക്കിവിടെ ഒരു സുസുക്കിയുടെ ലോഗോ കാണാം. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ലോഗോ ആണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ താഴത്തായിട്ട് നമുക്കിവിടെ ഒരു ക്യാമറ നൽകിയിരിക്കുന്നത് കാണാം. ഫ്രണ്ടിൽ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. 360 വ്യൂ ക്യാമറ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ടിലുള്ള ഈ ഒരു ക്യാമറ. അതുകൂടാതെ നമുക്ക് രണ്ട് മിറർ സൈഡിലും റിയറിലും നമുക്ക് ക്യാമറ വരുന്നുണ്ട്. തൊട്ട് താഴത്തായിട്ട് നമുക്കിവിടെ ഒരു ക്രോമിയം എലമെൻറ്റ് കാണാം. ഈ ഒരു ഗ്രില്ലിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ക്രോമിയം ലൈനിങ് നൽകിയിരിക്കുന്നത് കാണാം. ചെറിയൊരു പ്രൊജക്ഷനും ആ ഒരു ക്രോമിയം ലൈനിന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലോവർ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നീളം കൂട്ടി കുറച്ചൊന്ന് വീതി കുറച്ചിട്ടുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു കംപ്ലീറ്റ് ഹൗസിങ്ങിൻ്റെ ഡിസൈനിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു ക്രോമിയം കളറിലുള്ള ഒരു എലമെൻറ്റ് കാണാം. അതിൻ്റെ താഴത്തായിട്ടാണ് ഫോഗ് ലാമ്പ് വരുന്നത്. ഒരു കംപ്ലീറ്റ് LED പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹുഡിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് മുന്നേ ഉണ്ടായിരുന്ന ബലേനോയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് ഈ ഒരു ബോണറ്റിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ, അതായത് ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് പിറകിലേക്കായിട്ടാണ് നമുക്ക് ആ ഒരു ബോണറ്റ് ഓപ്പണിങ് വരുന്നത്. ആ ഒരു ചെറിയ സെപ്പറേഷൻ നമുക്ക് വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇനി വശക്കാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനത്തിലെ ഏറ്റവും ഒരു ഡിസൈൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഷോൾഡർ ലൈൻ എന്ന് പറയുന്നത്. ഇത് ഈ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി നമുക്ക് ആ ഒരു ടെയിൽ എൻഡ് വരെ കാണാം. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഈ ഒരു വാഹനത്തിന് അനുയോജ്യമാം വിധമാണ്. നമുക്ക് ഈ ഒരു റിയറിലേക്ക് വരുന്ന സമയത്ത് ടെയിൽ ലാമ്പിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രൊജക്ഷൻ നൽകിയിട്ടുള്ളത്. ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നത്. ഇനി മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് മിററാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആ ഒരു മിററിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 360 ക്യാമറ നമുക്കിവിടെ നൽകിയിരിക്കുന്നതും കാണാം. ഒപ്പം തന്നെ ഈ ഒരു മിറർ വരുന്നത് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സാണ്. നമുക്ക് ഈ ഒരു വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ മിറർ ഫോൾഡ് ആവുകയും വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അൺഫോൾഡ് ആവുകയും ചെയ്യും. ഈ ഒരു ഡോറിൻ്റെ മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ക്രോമിയം ലൈനിങ് നൽകിയിരിക്കുന്നത് കാണാം. വണ്ടിയുടെ പ്രീമിയം ലുക്കിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ക്രോമിയം ഫിനിഷിംഗ് അവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു ക്രോമിയം ഫിനിഷിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസറിൻ്റെ ബട്ടൺ കാണാം. തൊട്ട് മുൻപേ ഉള്ള മോഡലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്രോമിയം ലൈനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്വാർട്ടർ വിൻഡോയുടെ മുകളിലേക്ക് ആ ഒരു ക്രോമിയം ലൈനിങ് കയറിയിരിക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഡിസൈൻ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബലേനോയിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഉള്ള ബലേനോയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 5 mm ഡിഫറൻസ് ഉണ്ട്. അതെവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ടിൽ മാത്രമാണ്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിലേക്കുള്ള ഹൈറ്റ് കുറച്ച് ഒരു കൂപ്പയിലേക്ക് ഡിസൈൻ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു റിയർ സ്പോയിലറിൻ്റെ കാര്യമാണ്. അതിൻ്റെ ഡിസൈൻ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഒരു റിയർ സ്പോയിലറാണ്
ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. റിയർ സ്പോയിലറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോപ്പർ ലാമ്പ് നമുക്കിവിടെ കാണാം. LED സ്റ്റോപ്പർ ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. വീണ്ടും പിറകിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഡീഫോഗൽ ലൈൻസും റിയർ വൈപ്പറും കാണാം. പൊതുവേ കാറുകളിലൊക്കെ റിയർ സൈഡ് വരുന്ന സമയത്ത് റിയർ വിൻഷീൽഡിൻ്റെ മുകളിൽ ചെറിയ വൈപ്പറാണ് കൊടുക്കാറുള്ളത്. ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം വലിയ ഒരു വൈപ്പറാണ് നൽകിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴത്തായിട്ട് നമുക്കിവിടെ ഒരു ക്രോമിയം ലിപ്പ് നൽകിയിരിക്കുന്നത് കാണാം. ആ ഒരു ക്രോമിയം ലൈനിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്കിവിടെ റിയർ ക്യാമറയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് LED ടെയിൽ ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളതെന്ന് പറയാം. മുകളിലായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോപ്പിംഗ് ലാമ്പ് കാണാം. അതിന് താഴത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ആ ഒരു 3 ക്രിസ്റ്റൽ ലാമ്പ് എലമെൻറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിലും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇറങ്ങാൻ പോകുന്ന നെക്സയുടെ എല്ലാ വാഹനങ്ങളിലും ഇതേപോലെ ഒരു 3 എലമെൻറ്റ് നമുക്ക് ലൈറ്റിനുള്ളിലായിട്ട് ഹെഡ് ലാമ്പ് യൂണിറ്റിനുള്ളിലും അതേപോലെ തന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റിനുള്ളിലും കാണാനായിട്ട് സാധിക്കും. മുന്നുണ്ടായിരുന്ന ബലേനോയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റിയർ ബമ്പർ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആ ഒരു റിഫ്ലക്ടർ ലൈറ്റിൻ്റെ പൊസിഷൻ പോലും ഏറ്റവും താഴെ നിന്നും മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഡോർ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഈ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. ആ ഒരു സെൻസറിൻ്റെ ബട്ടൺ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 318 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്തിൽ വന്നിട്ടുള്ള ആ ഒരു 5 mm ഡിഫറൻസ് ഈ ഒരു ബൂട്ട് സ്പേസിലാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബൂട്ട് ലാമ്പ് നൽകിയിരിക്കുന്നത് കാണാം. ഒരു സ്വിച്ചിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് ലാമ്പാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 60/40 സ്പ്ലിറ്റ് സീറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ പാഡാണ്. ഈ ഒരു ഡോർ പാഡിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ 3 കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത്രയൊരു പോർഷൻ നമ്മൾ കൈ വെക്കുന്ന അത്രയൊരു പോർഷൻ നമുക്ക് ലെതർ ഫിനിഷിങ്ങിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ ഒരു പോർഷൻസൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വരുന്നത്. ഡോർ പാഡിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു ബ്ലൂ കളർ ഫിനിഷിങ് തന്നെ നമ്മുടെ ഡാഷ് ബോർഡിലേക്കും കയറി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ കളർ സ്കീമും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതിൻ്റെ സീറ്റിംഗ് തന്നെയാണ്. ഡ്രൈവർ സീറ്റും അതെ, കോ ഡ്രൈവർ സീറ്റും അതെ, വളരെയധികം കംഫർട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് ഇരുന്ന് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. വളരെയധികം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു സീറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ. കുഷനിങ് ആണെങ്കിലും ഒക്കെ വളരെയധികം കംഫർട്ട് വരുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേ ഒരു സീറ്റിംഗ് തന്നെയാണ് നമ്മുടെ കോ ഡ്രൈവർ സീറ്റിനും നൽകിയിട്ടുള്ളത്. ഇനി ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലെയർ ആയിട്ടാണ് ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് നൽകിയിരുന്നത്. വളരെ ഒരു പ്രീമിയം ഫീൽ ആ ഒരു ഡാഷ്ബോർഡ് നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെയറിലായിട്ട് ഒരു ബ്ലാക്ക് കളറും സെൻട്രലായിട്ട് ഒരു സിൽവർ ഫിനിഷിങ്ങും ഏറ്റവും താഴത്തായിട്ട് ഒരു നെക്സ ബ്ലൂ കളറും നൽകിയിട്ടുണ്ട്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു യൂണിറ്റ് തന്നെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അൾട്രോസിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിന്, 9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ആർക്കിമിസിൻ്റെ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് സുസുക്കി കണക്ട് എന്ന ആപ്ലിക്കേഷൻ മുഖേന സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ജിയോ ഫെൻസിങ്, അതേപോലെ തന്നെ റിമോട്ട് കമാൻഡ്സ്, സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിൻ മൊബൈലൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് IR/VM ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓട്ടോ ഡിമ്മിങ് IR/VM നമുക്കിവിടെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഒപ്പം തന്നെ ഈ ഒരു ഇന്ത്യൻ ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡും നമുക്ക് ആ ഒരു ലാമ്പ് തന്നെ പ്രസ് ചെയ്തിട്ടാണ് ആ ലൈറ്റ് ഓൺ ചെയ്യുന്നത്. 2 സൈഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് റീഡിങ് ലാമ്പ്സ്. ആവശ്യത്തിനനുസരിച്ച് ലാമ്പ് ഓൺ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് റിയർ സൈഡിലും ഇവിടെ നമുക്ക് ഒരു ലാമ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു AC വെൻറ്റിൻ്റെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സെൻട്രലായിട്ടാണ് ഇവിടെ നമുക്ക് ഹസാർഡ് സ്വിച്ച് നൽകിയിട്ടുള്ളത്. ആ സ്വിച്ചൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ ക്വാളിറ്റി നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴത്തേക്ക് വരുന്ന സമയത്ത് ആ ACയുടെ കൺട്രോൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറൻസ് ആയിട്ടുണ്ട്. ആ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാൻ സ്പീഡും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവിടെ നമുക്ക് ടോഗിൾ സ്വിച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് താഴത്തായിട്ട് നമുക്ക് ACയുടെ ഫംഗ്ഷൻസിൻ്റെ സ്വിച്ചസ് കാണാം. റിയർ ഡീഫോഗറിൻ്റെയും ഫ്രണ്ട് ഡീഫോഗറിൻ്റെയും ഒക്കെ ബട്ടൺസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഒരു USB പോർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്മാർട്ട് ഫോണൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. വീണ്ടും പിറകിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 2 കപ്പ് ഹോൾഡർ കാണാം. ആ ഒരു സെൻട്രൽ പാനൽ തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ഇവിടെ നമുക്ക് ഗിയർ നോബ്, അതിൻ്റെ ബാക്കിലായിട്ട് ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. ആ ഒരു ഹാൻഡ് റെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു
ഡ്രൈവർക്കോ അല്ലെങ്കിൽ കോ ഡ്രൈവർക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് കൈവെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സ്ലൈഡബിൾ ഹാൻഡ് റെസ്റ്റ് ആണ്. ഒപ്പം തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് സാധിക്കും. ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് വന്നിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് വീല്. ഈ ഒരു സ്റ്റിയറിംഗ് വീല് കടം കൊണ്ടിട്ടുള്ളത് മാരുതിയുടെ തന്നെ സ്വിഫ്റ്റിൽ നിന്നുമാണ്. സെയിം സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം സെയിം സ്റ്റിയറിംഗ് വീല്. ഇവിടെ നമുക്ക് വോളി അപ്പ് ഡൗൺ സ്വിച്ചസ് കാണാം. അതേപോലെ തന്നെ ഫോൺ കൺട്രോൾസിൻ്റെ സ്വിച്ചസ് നമ്മുടെ മാരുതിയുടെ ഒട്ടുമിക്ക വാഹനങ്ങളിലും വരുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോളിൻ്റെ കൺട്രോൾ ബട്ടൺസ് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇതിൻ്റെ ഹോൺ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഹോണൊന്ന് കേൾപ്പിച്ച് തരാം. അത്യാവശ്യം ഒരു ഡീസൻറ്റ് സൗണ്ട് വരുന്ന ഒരു ഹോണാണ്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് RPM മീറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഗേജ്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻട്രൽ ആയിട്ടുള്ള TFT ഡിസ്പ്ലേയിലാണ് കാണിക്കുന്നത്. വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. ഫ്യൂൽ ഗേജ് ഏറ്റവും താഴത്തായിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ സെൻട്രലായിട്ട് വരുന്ന ഈ TFT ഡിസ്പ്ലേൻ്റെ കൺട്രോൾസ് നമുക്ക് ഈ ഒരു 2 പഴയ വണ്ടികളിൽ വരുന്ന പോലെ തന്നെ 2 നോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു തോന്നി. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗത്ത് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ബാക്കി എല്ലാ കാര്യം കൊണ്ടും അടിപൊളി തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് അഡ്ജസ്റ്റബിൾ ആണ്. ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അതേപോലെ തന്നെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാം. ഒപ്പം തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷന് വണ്ടി ന്യൂട്രലാക്കി ട്രാഫിക്കിൽ നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വണ്ടി ഓഫ് ആവും. വീണ്ടും ക്ലച്ച് അമർത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ESP ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഡമ്മി സ്വിച്ചസ് തന്നെയാണ്. ഇവിടെ നമുക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ വണ്ടിയുടെ 360 വ്യൂ ഇത് കണ്ടില്ലേ, ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് 360 റൊട്ടേറ്റ് ചെയ്തിട്ട് ടോപ്പ് വ്യൂവിൽ ഇതേപോലെ പോയി നിൽക്കും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കിവിടെ HUD എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ ആയിട്ടുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടണാണ്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സാധനം? ഇത് ഡ്രൈവർക്ക് മാത്രമേ ആ ഒരു നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ആ ഒരു ഡിസ്പ്ലേ നമുക്കിപ്പോൾ വണ്ടിയുടെ ആ ഒരു കോ ഡ്രൈവർ ഡോർ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. അതുപോലെ ഒരുപാട് ഫംഗ്ഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. RPM മീറ്റർ വരുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ. നമുക്ക് പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിലേക്ക് കിട്ടും. ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ബ്രൈറ്റ്നസ്സും പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ച് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും നൽകിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ഡോർ പാൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഡോർ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് കാണാം. അതേപോലെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. വിൻഡോസിൻ്റെ ലോക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിറർ അഡ്ജസ്റ്റിൻ്റെ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോബും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് വരുന്ന, ഇപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ച് എനിക്ക് നല്ല കംഫർട്ടാണ് ഈ ഒരു സീറ്റ്. നല്ല തൈ സപ്പോർട്ട് വരുന്ന ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു റോട്ടറി സ്വിച്ചും നൽകിയിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു USB പോർട്ടും അതേപോലെ തന്നെ ഒരു C ടൈപ്പ് പോർട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഇല്ലയെന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് സെക്കൻഡ് റോയിൽ നമുക്കൊരു ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു നോർമൽ ഒരു 5 പേര് അടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആംറസ്റ്റ് അത്ര ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൂടാതെ തന്നെ നമുക്ക് ചൈൽഡ് സേഫ്റ്റി സീറ്റ് ആങ്കറിങ് പോയിന്റ്സ് ഒക്കെ ഈ ഒരു ബാക്ക് സൈഡ് സീറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു നീ റൂമും ലെഗ് റൂമും ഒക്കെ ഈ ഒരു സെക്കൻഡ് റോയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് തന്നെയാണ്. ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ അത്രയും എന്താ പറയുക, നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഒഴുകി കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളതെന്ന് പറയാം.
ഒപ്പം തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വരുന്നത് ഇലക്ട്രോണിക്കലി പവർ അസിസ്റ്റഡ് ആണ്. ഒരു 60 കിലോമീറ്ററിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റിയറിംഗ് തരുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വാഹനത്തിന് 360 ക്യാമറയാണ് വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് റിവേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ കാണാം, വണ്ടിയുടെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കാണാം. അത് നമുക്ക് പൊസിഷൻ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ റിവേഴ്സ് ക്യാമറ വിത്ത് ഗൈഡ് ലൈൻ സപ്പോർട്ട് നമുക്ക് സ്റ്റിയറിംഗിന് അഡാപ്റ്റീവ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയുടെ പൊസിഷൻ മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് റിയർ വ്യൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ഇടാം. സൈഡ് വ്യൂ കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇടാം. അങ്ങനെ ഓരോരോ പൊസിഷനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്യാമറ വെച്ച് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ റിവേഴ്സ് ഗിയറിന് വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ക്യാമറ കുറച്ച് നേരം ഓൺ ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് ആ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ക്യാമറ കുറച്ച് പേരുടെ അവിടെ തന്നെ ഓൺ ആയി നിൽക്കും. അതിനുശേഷമാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഹോം പേജിലേക്ക് വരുന്നത്. കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേക്കുന്നത്. ഈ ഒരു എഞ്ചിൻ 89 PS ഹോഴ്സ് പവർ 6000 RPM-ലും 113 Nm ടോർക്ക് 4400 RPM-ലും നൽകുന്നു. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുമാണ് ന്യൂ ഏജ് ബലേനോ നിരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഫ്യൂൽ എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ 22.35 km/ലിറ്റർ മാനുവൽ വേരിയന്റിനും 22.94 km/ലിറ്റർ ഓട്ടോമാറ്റിക് വേരിയന്റിനുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ABS വിത്ത് EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങി മിഡിൽ ഓപ്ഷൻ മുതൽ 6 എയർ ബാഗും ന്യൂ ഏജ് ബലേനോയിൽ വന്നിട്ടുണ്ട്. കൂടാതെ ബോഡി വെയിറ്റിലും 55 മുതൽ 80 കിലോഗ്രാം ഭാരം വരെ ന്യൂ മോഡൽ ബലേനോയിലേക്ക് കൂടിയിട്ടുണ്ട്. ഇത്രയധികം ഫീച്ചേഴ്സ് ന്യൂ ഏജ് ബലേനോയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ സർപ്രൈസിംഗ്ലി പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ മുമ്പുള്ള ബലേനോയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വിലയിൽ ഏകദേശം 20,000 രൂപയുടെ വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ ന്യൂ ഏജ് ബലേനോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ഈ വാഹനം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്, ഇന്നത്തെ ഈ ഒരു റിവ്യൂവിന് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നത് NEXA പാവങ്ങാട് ഭാഗത്തായിട്ട് വരുന്ന NEXA ഷോറൂമാണ്. അപ്പോൾ ആ ഷോറൂമിലെ റിലേഷൻഷിപ്പ് മാനേജറായ മിസ്റ്റർ റിഷാൽ നിന്ന് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ പറഞ്ഞോളൂ റിഷാൽ, എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ്, മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ബലേനോൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 7.5 ലാക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസിക് മോഡൽ. ബേസ് ഓപ്ഷൻ നമുക്ക് മാനുവൽ 10.5 ലാക്ക് വരെയാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഇത് മാനുവൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. ഓൺ റോഡ് പ്രൈസ് ഞാൻ പറയുന്നത്, ഇൻക്ലൂഡിങ് ടാക്സ്, ഇൻഷൂർ. നമുക്ക് വെഹിക്കിൾ പുറത്തിറങ്ങാൻ റേറ്റ് വരുന്നത് 10.5 ലാക്കിൻ്റെ 10,50,000 ഉള്ളിലായിട്ട് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ 11,400,000, 11,25,000, 30,000 അടുത്ത് വരുന്നുണ്ട്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് ബലേനോ, ന്യൂ ഏജ് ബലേനോ. ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ നിങ്ങൾക്ക് കാണാം പഴയ പോലെ സ്ട്രെങ്ത്തിന് കുറവില്ല, നല്ല സ്ട്രെങ്ത്താണ് വരുന്നത്. അതുപോലെ 360 mm ക്യാമറ വരുന്നുണ്ട്. പിന്നെന്താ മൈലേജ് നോക്കുമ്പോൾ നമുക്കിപ്പം കമ്പാരിറ്റീവ്ലി മൈലേജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൈലേജ് നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് 22.35 മാനുവലിന് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പം സർപ്രൈസാണ്, കൂടുതലാണ് മൈലേജ്, 23 തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജറെ നമ്പർ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള ടെസ്റ്റ് ഡ്രൈവും അതേപോലെ തന്നെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നവരേക്കും ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ് ഫ്രം agrid.